ഹായ്, ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ പിസ്സ പോളയാണ്. ഇതുണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈവനിങ് സ്നാക്കായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണിത്. ഇതിപ്പോൾ ഇവിടെ ഏകദേശം കുക്കായിട്ടുണ്ട് ചിക്കൻ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 1 മുട്ട, 1 കപ്പ് പാല്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ കുറച്ച് തിക്കായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാൻ വെച്ച് ചൂടായാൽ അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതൊരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി കാപ്സിക്കം കട്ട് ചെയ്തതും മൊസറല്ല ചീസും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒറിഗാനോ പിന്നെ ഒലീവ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാവ് കുഴക്കുകയോ പരത്തോ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു പോള ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.